നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2 മാസത്തെ പെൻഷൻ ലഭിച്ചോ? അതുപോലെ തന്നെ മറ്റു സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയായിട്ടുണ്ട്. പെൻഷൻ സംബന്ധമായിട്ട് മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഫേസ്ബുക്കിലാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ്. നമുക്കറിയാം, ഇപ്പോൾ 2000 രൂപയുടെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അക്കൗണ്ടിൽ പണം ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും ഇന്നലെയും ഇന്നുമായി തന്നെ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2000 രൂപ ലഭിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ എസ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഇന്നും കമ്പനി ചെയ്യാനും മറക്കരുത്. ഇനി അക്കൗണ്ടിൽ പണം വരാതെ നേരിട്ട് കൈകളിൽ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നാളെ ഗവൺമെൻറ് അവധിയാണ്. മറ്റന്നാളോ അല്ലെങ്കിൽ അതിന് പിറ്റന്നായിരിക്കും അവരുടെ കൈകളിൽ പണം എത്തുക. അതിനുള്ള നടപടികളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു മാസം അവസാനിക്കുന്ന മുമ്പായി തന്നെ എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ്. ഇന്നലെയും ഇന്നുമായിട്ടാണ് പല ആളുകൾക്കും പണം എത്തിയിട്ടുള്ളത്. എന്നാൽ പല ആളുകൾക്കും ഇന്നലെ നമ്മൾ പണം അക്കൗണ്ടിലെത്തിയ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. 1600, 1800 എന്നിങ്ങനെ പല രൂപത്തിലുമാണ് അവർക്ക് പണം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. അങ്ങനത്തെ ആളുകൾക്ക് അത് കേരളത്തിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പണം നിങ്ങൾക്ക് എത്രയാണോ ലഭിച്ചത് അതിന് ബാക്കിയുള്ള 2000 രൂപയുള്ള പണം ഇനി കേന്ദ്ര വിഹിതം വരും ദിവസങ്ങൾ തന്നെ അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. സാധാരണ ചിലപ്പോൾ 2 ഒപ്പം വരാറുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ കുറച്ച് വൈകിയും വരാറുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു പണം ലഭിക്കാത്തില്ല. 1800, 1600 മാത്രം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആധാർ കാർഡ് ഡീറ്റെയിൽസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ബാങ്കിൽ KYC പൂർത്തിയാക്കുക. എങ്കിൽ മാത്രമായിരിക്കും കേന്ദ്രത്തിലുള്ള വിഹിതം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇന്നലെ എത്ര രൂപയാണ് പെൻഷൻ ലഭിച്ചത്? 2000 രൂപ ലഭിച്ച ആളുകൾ അതും, അല്ലെങ്കിൽ 1800 ലഭിച്ച ആളുകൾ അതും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അത് ഔദ്യോഗികമായി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. 2 മാസത്തെ പെൻഷൻ വിതരണമാണ് ഇനി അവർക്ക് ബാക്കിയുള്ളത്. മെയ് മാസത്തിലെ 1000 രൂപയും ഏപ്രിൽ മാസത്തിലെ 1000 രൂപയും അടക്കം അവർക്ക് ലഭിക്കാനുണ്ട്. നമ്മൾ പെരുന്നാളിന് മുമ്പ് ഈ വിതരണം തുടങ്ങുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായി തന്നെ തുടങ്ങിയിട്ടില്ല. വെബ്സൈറ്റിൽ ചില തകരാറ് മൂലമാണ് ഈ പെൻഷൻ വിതരണം തുടങ്ങാത്തത്. ഇനി ഏതായാലും പെരുന്നാൾ കഴിഞ്ഞ ദിവസം ശേഷം മാത്രമായിരിക്കും വിതരണം തുടങ്ങുക. 29-ാം തീയതിയോ 30-ാം തീയതിയോ ആയിരിക്കും ഇനി അവർക്ക് പണം ലഭിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഞങ്ങൾക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.